ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യോഹന്നാൻ സുവിശേഷം 14-6 വായിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. തന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് വാസസ്ഥലമൊരുക്കുവാൻ താൻ പോകുമെന്നും ഒരുക്കിയാൽ രണ്ടാമത് വന്നവരെ ചേർത്തുകൊള്ളുമെന്നും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുന്നു. കർത്താവ് എവിടെ പോകുന്നുവെന്നും വഴി എങ്ങോട്ടെന്നും അറിയില്ലെന്ന് പറഞ്ഞ ശിഷ്യനായ തോമസിനോട് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നും താൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുമാണ്. പിതാവായ ദൈവത്തിങ്കിലേക്കുള്ള നേരിട്ടുള്ള വഴി യേശുവിലൂടെയാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്നും ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നും എബ്രായർ 10 നാം വായിക്കുന്നു. നല്ല ഇടയനായ യേശു വാതിലാകുന്നു എന്നും തന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്നും യേശു പറയുന്നു. ഒരു കാലത്തു ദൈവത്തോട് ദൂരസ്ഥരായിരുന്ന നാം ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യമായി തീരുന്നു. അതായത് ക്രൂശിലെ കർത്താവിൻ്റെ യാഗം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ രക്ഷിച്ച് മഹത്വത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴിയാണ്. അതുപോലെ യേശു സത്യത്തിൻ്റെ ഉപദേഷ്ടാവായിട്ടല്ല പിന്നെയോ സമ്പൂർണ്ണ സത്യമാണവൻ. യേശുവിലൂടെ നാം നിത്യജീവൻ കണ്ടെത്തുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ക്രിസ്തു ഏക വഴിയാണെന്നും ആരുടെയും കണ്ടുപിടുത്തമല്ല, അത് യേശു തന്നെ അവകാശപ്പെട്ടതാണ്. വഴിയുടെ ലക്ഷ്യം പിതാവായ ദൈവത്തിങ്കിൽ എത്തപ്പെടുക എന്നുള്ളതാണ്. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള നല്ല സമയമാണ്. ദൈവജനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.